ഞാനിന്ന് ഈ സ്ക്രീനിൽ ലോക്ക് ചെയ്ത് ഇറങ്ങുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു യാത്രയിലേക്കാണ്. കാക്കനാട് നിന്ന് ഒരു ബസ്സും പിടിച്ച് നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക്. 23 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 1:30 ആയപ്പോഴത്തേനും എത്തി. 2:15-നായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. തിരുവനന്തപുരത്ത് നിന്നും മുംബൈയിലേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ഇന്ന് ഗോവയ്ക്ക് പോകുന്നത്. കൂടെയുള്ള കൂട്ടുകാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രെയിൻ നിർത്തുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോവാതെ കൂട്ടുകാരെയും കാത്ത് ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ കുറച്ച് നേരം ഇരുന്നു. 2:15-നായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ ആലുവ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ എത്തി. 3rd AC കോച്ചിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കോച്ചായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ സീറ്റെല്ലാം കണ്ടുപിടിച്ച് സെറ്റിലായപ്പോഴേക്കും ട്രെയിൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നെടുത്തു. ഇനി നീണ്ട 14 മണിക്കൂറത്തെ ട്രെയിൻ യാത്ര. ഈ ഒരു ട്രിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. കൊറോണ കാരണം മുടങ്ങിപ്പോയ ഞങ്ങളുടെ ഫൈനൽ ഇയർ കോളേജ് ട്രിപ്പാണ് ഞങ്ങൾ ഇന്നിവിടെ റിക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു വ്യത്യാസം, 40 പേരിൽ നിന്ന് അത് 3 പേരിലേക്ക് ഒതുങ്ങിയെന്ന് മാത്രം. 10-14 മണിക്കൂറത്തെ യാത്ര ആയതുകൊണ്ട് ചീട്ടും യുനോ കാർഡും ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. അതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. ഞങ്ങളുടെ കളി കണ്ട് സഹയാത്രികരും കൂടെ കൂടി. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. സുപ്പുമാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം കൂടി കൊണ്ടുവന്നു. വാഴയില വാട്ടിയെടുത്ത് അതിൽ ചോറും പയറുകറിയും മുട്ട വറുത്തതും ഉണക്കമീനും എല്ലാം വെച്ച് നല്ല ടേസ്റ്റുള്ളൊരു പൊതിച്ചോറായിരുന്നു സുപ്പ് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ കോച്ച്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതുപോലെ രാത്രി ഉറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ തന്ന ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും പില്ലോയും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻഡ് ആയിരുന്നു. ഏകദേശം ഒരു 9 മണിയായപ്പോഴേക്കും എല്ലാവരും ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ 5:30 ആകുമ്പോഴത്തേനും ഞങ്ങളുടെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അലാറം വെച്ച് ഞങ്ങളും ഉറങ്ങാൻ കിടന്നു. രാവിലെ എനിക്ക് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായിരുന്നു. ഇപ്പോൾ ട്രെയിൻ നിർത്തിയിട്ടേക്കുന്നത് മഡ്ഗോൺ സ്റ്റേഷനിലാണ്. ഗോവയിലെ തന്നെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഒട്ടുമിക്ക സഞ്ചാരികളും ഇവിടെ വന്നാണ് ഇറങ്ങുന്നത്. പക്ഷേ നമ്മളിവിടെയല്ല ഇറങ്ങുന്നത്, നമ്മൾ തിവിമിലാണ് ഇറങ്ങുന്നത്. ഗോവയെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നോർത്ത് ഗോവ, സൗത്ത് ഗോവ. സൗത്ത് ഗോവയിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേഷനിലേക്ക് ഇറങ്ങിയാൽ മതി. നോർത്തിലേക്കും ഇവിടെ നിന്ന് ഇറങ്ങി പോവാം, പക്ഷേ എടുത്തുള്ളത് സൗത്താണ്. നോർത്ത് ഗോവനെയും സൗത്ത് ഗോവനെയും കമ്പയർ ചെയ്യുമ്പോൾ സൗത്ത് സൈഡ് കുറച്ച് എക്സ്പെൻസീവാണ്, കുറച്ച് പോഷ് ഏരിയ ആണ് സൗത്ത്. കാസിനോസും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നത് അവിടെയാണ്. പിന്നെ ഫോറിനേഴ്സും കൂടുതൽ വരുന്നത് സൗത്തിലാണ്. നോർത്തിലുണ്ട്, പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ സൗത്തിലാണ് അവർ കൂടുതൽ വരിക. നമ്മുടെ ട്രെയിൻ കുറച്ചധികം നേരം ഇവിടെ പിടിച്ചിട്ടായിരുന്നു. ഇവിടെ സ്റ്റേഷനിലെ പണികൾ നടക്കുകയാണ് വീണ്ടും. യാത്രയുടെ അധികം നേരവും രാത്രി ആയതുകൊണ്ട് പുറം കാഴ്ചകളൊന്നും അധികം കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ നീണ്ട 14 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ സ്റ്റേഷൻ എത്താറായി. 14 അല്ല, അതിലും കൂടി. 1 മണിക്കൂർ ലേറ്റായിരുന്നു. 5:30-ക്ക് എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 6:30 കൂടിയാണ് തിവിമിൽ എത്താൻ പോകുന്നത്. ആലുവയിൽ നിന്ന് തിവിമിലേക്ക് ഞങ്ങൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 3rd AC ആയിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ. 1215 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ടാക്സും മറ്റും കൂട്ടിയിട്ട് അതിലും കൂടിയിട്ടുണ്ട്. അതിപ്പോൾ സ്ലീപ്പറിലാണെന്നുണ്ടെങ്കിൽ 450 രൂപയേ വരുള്ളൂ. പക്ഷേ സ്ലീപ്പറിൽ ഇത്രയും ദൂരം, അത് നൈറ്റ് യാത്ര ആയതുകൊണ്ടും ഞങ്ങൾ AC തന്നെ എടുത്തു. ഞങ്ങൾ ഇറങ്ങാൻ പോകുന്ന തിവിം റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയ സ്റ്റേഷനാണ് കേട്ടോ. യാത്രകൾ അവസാനിക്കുന്നില്ല, കൂടെ